ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. തുണ്ടിയൂരിലെ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു കഥ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഡിയോ, അതായത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓഡിയോയും ഇപ്പോൾ ഇടുന്നുണ്ട്. ഈ വീഡിയോയുടെ ബാക്കിലായിട്ട് അതിൻ്റെ ഓഡിയോയും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിടാം. അപ്പോൾ അത് വായിച്ചിട്ടുള്ള ഓഡിയോ ഞാനിപ്പോൾ ഇടാം. 2 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഈ കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നതാണ്. അപ്പം ഏതെങ്കിലും നിർമ്മാതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. കഥ കേട്ടുപോകും. ഒരു മഴ ചാറിയ പുലർച്ചെ പാലക്കാട് ജില്ലയിലെ തുണ്ടിയൂരിലെ വാഴത്തോപ്പിൽ നിന്നൊരു നിലവിളി ഉയർന്നു. നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ കണ്ടത് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയായിരുന്നു. ചെരിപ്പഴിഞ്ഞ നിലയിൽ കഴുത്തിൽ പാടുകളുമായി മുഖം കുത്തി നിലത്ത് വീണുകിടക്കുന്ന ഹരിയുടെ നിശ്ചലമായ ശരീരം. അതിനടുത്ത് മണ്ണിൽ തളർന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളാൽ തലകുനിച്ച് നിസ്സഹായനായി ഇരിക്കുന്ന ശ്രീധരൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഏകമകൾ ദേവികയാകട്ടെ ശരീരം വിറച്ച് ഭയവും ആകുലതയും നിറഞ്ഞ കണ്ണുകളോടെ ദയനീയമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചവരോട് ഒരു വാക്കുപോലും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ രംഗം കണ്ടുനിന്നവരുടെ മനസ്സിലും ഒരു വലിയ വിങ്ങലുണ്ടായി. ആദ്യ അന്വേഷണം. തെളിവുകളില്ലാത്ത ദുരൂഹത. അന്വേഷണ ചുമതല ഏറ്റെടുത്ത സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ ആദ്യം സംശയിച്ചത് ശ്രീധരൻ മാസ്റ്ററെയും ദേവികയെയുമാണ്. കൊല്ലപ്പെട്ട ഹരി ദേവികയുടെ മുൻ കാമുകനായിരുന്നു. ഇവരുടെ ബന്ധം പിരിഞ്ഞതിനുശേഷം ഹരി ദേവികയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നതായി നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. എന്നാൽ നിർണായക തെളിവുകളൊന്നും ലഭിച്ചില്ല. ദേവികയുടെ ഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഹരിയുടെ ഫോൺ കണ്ടെത്താനുമായില്ല. ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്, മറ്റൊന്നുമല്ല എന്ന് ശ്രീധരൻ മാസ്റ്റർ ഇടർച്ചയോടെ പറഞ്ഞതും ദേവികയുടെ മൗനവും അനിലിനെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു ദുരന്തകഥയുണ്ടെന്ന് അനിലിന് തോന്നി. പക്ഷേ കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് ഒരു അസ്വാഭാവിക മരണമായി പോലീസ് രേഖകളിൽ അടയ്ക്കേണ്ടിവന്നു. മാധ്യമ ഇടപെടലും കെട്ടിച്ചമച്ച കഥയും. എന്നാൽ അടഞ്ഞ ഈ അധ്യായം ഒരു അപൂർണമായ കഥയാണെന്ന് യുവമാധ്യമപ്രവർത്തകൻ ജസ്റ്റിൻ വിശ്വസിച്ചു. പോലീസിന്റെ തിരക്കിട്ടുള്ള ഈ നടപടിക്ക് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് അയാൾക്ക് തോന്നി. ജസ്റ്റിൻ നടത്തിയ ധീരമായ അന്വേഷണങ്ങളും തുണ്ടിയൂരിലെ ദുരൂഹമരണം, തെളിവുകൾ എവിടെ മറഞ്ഞു തുടങ്ങിയ തലക്കെട്ടുകളോടെയുള്ള തുടർച്ചയായ ലേഖനങ്ങളും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പോലീസിനുമേൽ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കടുത്ത സമ്മർദ്ദം ഉയർന്നു. ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ കേസ് എത്രയും പെട്ടെന്ന് ഒതുക്കിത്തീർക്കാൻ പോലീസ് പുതിയൊരു തന്ത്രം മെനഞ്ഞു. സാഹചര്യ തെളിവുകളും ഹരിയുമായുള്ള മുൻവൈരാഗ്യവും കാരണം ശ്രീധരൻ മാസ്റ്ററെയും ദേവികയെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി ഈ കേസിന്റെ കുരുക്കിൽ ഒരു പുതിയ കണ്ണികൂടി കുടുങ്ങി. മാധ്യമപ്രവർത്തനത്തിലൂടെ സത്യം പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ച ജസ്റ്റിൻ. ഹരിയുടെ മരണത്തിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിൽ ജസ്റ്റിന്റെ ഫോണിലേക്ക് നിരവധി കോളുകൾ പോയെന്നും ഹരി ജസ്റ്റിന് 500 രൂപ ഗൂഗിൾ പേ ചെയ്തതിന്റെ തെളിവും പുതിയ അന്വേഷണ സംഘം കണ്ടെത്തി. ബസ് സ്റ്റോപ്പിൽ വെച്ച് ഹരിക്ക് പണം നൽകിയപ്പോൾ അയാൾ ഗൂഗിൾ പേ വഴി തിരികെ നൽകിയതാണെന്ന് ജസ്റ്റിൻ വിശദീകരിച്ചെങ്കിലും പോലീസ് അത് മുഖവിലക്കെടുത്തില്ല. കേസ് അട്ടിമറിക്കാൻ ജസ്റ്റിനും ശ്രമിക്കുകയായിരുന്നു എന്ന നിലപാടിൽ പോലീസ് ഉറച്ചുനിന്നു. ഒടുവിൽ പോലീസിന്റെ തിരക്കിട്ടുള്ള അന്വേഷണത്തിൽ ശ്രീധരൻ മാസ്റ്റർ, ദേവിക, ജസ്റ്റിൻ എന്നിവർ ഒരുമിച്ച് ഹരിയെ കൊലപ്പെടുത്തി എന്ന നിഗമനത്തിലെത്തിച്ചേർന്നു. തെളിവുകളുടെ അഭാവത്തിലും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഈ 3 പേരെയും കോടതി കുറ്റക്കാരായി വിധിക്കുകയും തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. നീതി എവിടെയോ മറഞ്ഞുപോയെന്ന് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും വേദനയോടെ വിശ്വസിച്ചു. മനസ്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. സത്യം ജയിച്ച നിമിഷം. രാത്രികളിൽ ഉറക്കം കെടുത്തുന്ന ചിന്തകളുമായി അനിൽകുമാർ ദിവസങ്ങൾ തള്ളിനീക്കി. നിരപരാധികളായ 3 പേർ തടവറയിലാണെന്ന ചിന്ത അയാളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാണ് ഇതെന്നും ജോലി നഷ്ടപ്പെട്ടാലും സത്യം പുറത്തുകൊണ്ടുവരേണ്ടത് തന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും അയാൾക്ക് തോന്നി. ഒടുവിൽ എല്ലാ ഭയങ്ങളെയും മാറ്റിവെച്ച് അനിൽ ഒരു മാധ്യമപ്രവർത്തകനു മുന്നിൽ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ജോലി പോകുന്നുവെങ്കിൽ പോകട്ടെ. അയാളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നിരപരാധികളെ കുറ്റവാളികളാക്കാൻ എനിക്ക് കഴിയില്ല. ഇന്ന് അവർ ആണെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഇതേ അവസ്ഥയിലാകാം. ഈ വെളിപ്പെടുത്തൽ കേരളക്കരയെ ഞെട്ടിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സ്വന്തം വകുപ്പിനെതിരെ പരസ്യമായി രംഗത്തുവന്നത് അപൂർവമായ സംഭവമായിരുന്നു. അനിലിന്റെ വാക്കുകൾക്ക് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണ ലഭിച്ചു. ജനങ്ങളുടെ ശക്തമായ പിന്തുണ കാരണം അനിലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോലീസ് വകുപ്പിന് കഴിഞ്ഞില്ല. അനിലിന്റെ വെളിപ്പെടുത്തലുകൾ കോടതിയും ഗൗരവമായെടുത്തു. ഹൈക്കോടതി സ്വമേധയാ ഈ കേസ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. വിശദമായ അന്വേഷണത്തിൽ അനിലിന്റെ വെളിപ്പെടുത്തലുകൾ സത്യമാണെന്ന് കണ്ടെത്തി. തെളിവുകളില്ലാതെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് കേസ് ഒതുക്കിത്തീർക്കാൻ ശ്രമിച്ചുവെന്നും നിരപരാധികളെ മനഃപൂർവ്വം പ്രതികളാക്കിയെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള കടുത്ത വഞ്ചനയായി കണക്കാക്കപ്പെട്ടു. പുതിയ വിധി. നീതിയുടെ പുനർജന്മം. ഒടുവിൽ കോടതി നിർണായകമായ വിധി പുറപ്പെടുവിച്ചു. ശ്രീധരൻ മാസ്റ്റർ, ദേവിക, ജസ്റ്റിൻ എന്നിവരെ നിരപരാധികളായി കണ്ട് ഉടൻ വിട്ടയക്കാൻ ഉത്തരവിട്ടു. കോടതിയെ കബളിപ്പിക്കാനും തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കാനും ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചു. ഹരിയുടെ മരണം സംബന്ധിച്ച കേസ്
കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരു വിദഗ്ധ അന്വേഷണ സംഘം വീണ്ടും വിശദമായി അന്വേഷിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനും ഉത്തരവിട്ടു. അനിലിന്റെ ധീരമായ നിലപാട് നീതിയുടെ വിജയത്തിന് കാരണമായി. തെളിവില്ലായ്മയുടെയും സമ്മർദ്ദങ്ങളുടെയും പേരിൽ സമൂഹം തഴഞ്ഞ 3 ജീവിതങ്ങൾക്ക് വീണ്ടും പ്രകാശത്തിന്റെ കിരണമുണ്ടായി. എന്നാൽ ഹരിയുടെ യഥാർത്ഥ മരണകാരണം ഇനിയും കണ്ടെത്തേണ്ടിയിരുന്നു. അപ്പോൾ ഇതാണ് കഥ. അപ്പം ഒരു സാധാരണമായി നടന്ന, അല്ലെങ്കിൽ ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുള്ള, സമൂഹത്തിൽ പല രീതിയിലുള്ള വാർത്തകൾ വരാൻ സാധ്യതയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഇൻ്റർവെൽ വരെയുള്ള പോർഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പോർഷൻസ് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ്. അപ്പം താല്പര്യമുള്ള നിർമ്മാതാക്കൾ, സംവിധായകർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. കഥ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം താങ്ക് യു.